പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പോകുന്നത് ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം സന്ദർശിക്കാനാണ്. പോകുന്ന വഴിയിൽ തൃച്ചി എത്തുന്നതിന് മുമ്പ് ഇടത് ഭാഗത്തു കൂടി കാവേരി ഒഴുകുന്നുണ്ട്. കരൂർ മുതൽ തൃച്ചിനാപ്പള്ളി എത്തുന്നതിനിടയിൽ 30-40 കിലോമീറ്റർ ദൂരത്തോളം കാവേരി നദിയുടെ അരികിലൂടെയാണ് റോഡ് പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം ഈ ഗോപുരമാണ്. തൃച്ചിനാപ്പള്ളിയിൽ നിന്ന് വരെ ഇതിനെ കാണാൻ കഴിയും. ഏകദേശം 236 അടി പൊക്കമാണ് രാജഗോപുരത്തിനുള്ളത്. ചെറുതും വലുതുമായ 21 ഗോപുരങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഓരോന്നിൻ്റെയും നിർമ്മാണ ശൈലിയും അതിലെ ചിത്രപ്പണികളും കരിങ്കല്ല് പ്രതിമകളും വ്യത്യസ്തമാണ്. ഗോപുരത്തിനടിയിൽ നിറയെ കച്ചവടക്കാരാണ്. പഴവർഗ്ഗങ്ങൾ, പൂക്കൾ, ക്ഷേത്രത്തിനാവശ്യമായ നാളികേരം. ഞാൻ ആ തെരുവിലൂടെ അതെല്ലാം കണ്ട് നടക്കുകയാണ്. എന്നാലും കരിങ്കല്ല് തൂണുകൾക്കിടയിലെ അല്പം ആശ്വാസം തരുന്ന തണുപ്പുണ്ട്. ഈ ഗോപുരത്തിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. റോഡ് കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ 4 പിരിയുന്നു. ഒരു ചെറിയൊരു കവലയാണ്. ചുറ്റും ഉള്ള കടകളിൽ നിറയെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഗോപുരം. ഈ ഗോപുരം മുന്നിലെ ഗോപുരത്തിൻ്റെ അത്ര വലുതല്ലെങ്കിലും അതിലെ ചിത്രപ്പണികളും പ്രതിമകളും മനോഹരമാണ്. ഗോപുരം കഴിഞ്ഞാൽ പിന്നെ സുവനീർ കടകളാണ്. ഫോട്ടോകൾ, ചന്ദനം, കളഭം, കുങ്കുമം, ശൂലം, ചെറുതും വലുതുമായ വിളക്കുകൾ, എണ്ണ, ക്ഷേത്രത്തിനാവശ്യമായ പൂജാവസ്തുക്കൾ, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങളുടെ കട, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന തോതിൽ ഇരു സൈഡിലും കടകളാണ്. ഇതൊക്കെ ഇവിടെ വരുന്ന ഭക്തർക്കായി കച്ചവടത്തിന് വെച്ചിരിക്കുന്നതാണ്. അത് കഴിയുമ്പോൾ വീണ്ടും റോഡ് 4 ചെറിയ ജംഗ്ഷൻ. വീണ്ടും ഗോപുരം. ഇങ്ങനെയാണ് ഇവിടുത്തെ നിർമ്മാണ രീതി. ഇവിടുത്തെ പ്രധാന ഉത്സവം വൈകുണ്ഠ ഏകാദശിയും ഏറ്റവും വലിയ രഥോത്സവം പങ്കുണി ബ്രഹ്മോത്സവമാണ്. തമിഴ് മാസമായ പങ്കുണി മാസം, അതായത് നമ്മുടെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടക്കുന്നു. അതിനുള്ള തേരാണിത്. പലർക്കും ഈ രഥോത്സവം തൈപ്പൊങ്കലുമായി ബന്ധപ്പെട്ടതാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് പങ്കുണി ബ്രഹ്മോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഒരു വലിയ ക്ഷേത്ര ഉത്സവമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം കിഴക്ക് ദിശയിലാണ്. ഇത് പടിഞ്ഞാറ് നടയാണ്. തൃച്ചിയിൽ നിന്നും ഇവിടെയാണ് ഞാൻ ആദ്യം എത്തിയത്. ഗൂഗിളിൽ നോക്കി വന്നാൽ മുൻഭാഗത്തിന് പകരം എളുപ്പമായി പിൻഭാഗത്താവും എത്തുക. അകത്ത് കടന്നാൽ വിശാലമായ ക്ഷേത്രവീഥിയാണ്. വലതുഭാഗത്ത് പൊക്കത്തിലുള്ള മതിൽ. ഇടതുഭാഗത്ത് കൂടുതലും വൈഷ്ണവ ബ്രാഹ്മണരുടെ വീടുകളാണ്. അവരുടെ വീടുകളുടെ മുന്നിൽ അരിപ്പൊടി കൊണ്ടുള്ള കോലങ്ങൾ കാണാം. ശ്രീരംഗ ക്ഷേത്രത്തെ ചുറ്റി 7 പ്രകാരങ്ങൾ അഥവാ 7 മതിലുകളുണ്ട്. ഇത് മനുഷ്യൻ്റെ 7 ആത്മീയ ഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നു. പുറത്തുനിന്ന് അകത്തേക്ക് കടക്കുമ്പോൾ ഭക്തർ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു എന്നതാണ് ആശയം. ശ്രീരംഗ ക്ഷേത്രം ഏകദേശം 156 ഏക്കർ വിസ്തൃതിയിലുള്ളതാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രവർത്തിക്കുന്ന ഹിന്ദു ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണ്. കാവേരി നദിയും കൊള്ളി ഡാം നദിയുടെയും ഇടയിലുള്ള ചെറിയ ഒരു ദ്വീപാണ് ശ്രീരംഗം. അതുകൊണ്ടാണ് ഈ പ്രദേശം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിശുദ്ധമായ വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നത്. കത്തിയെരിയുന്ന ചൂടിലും കരിങ്കല്ല് തൂണുകൾക്കിടയിലെ തണുപ്പിലൂടെ ഞാനിതൊക്കെ വീഡിയോയിൽ പകർത്തുകയാണ്. ദൂരെ നിന്നും വന്നവരാകണം. കരിങ്കല്ല് തറയിൽ കിടന്ന് മയങ്ങുന്നു. ഈ ക്ഷേത്രത്തിന് ഏകദേശം 2000 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. ചോളരാജവംശം, പാണ്ഡ്യരാജവംശം, വിജയനഗര രാജാക്കന്മാർ ഇവരൊക്കെ ക്ഷേത്രം വികസിപ്പിച്ചു. ഈ ക്ഷേത്രത്തിലെ ഗോപുരങ്ങളും മണ്ഡപങ്ങളും പ്രകാരങ്ങളും നിർമ്മിച്ചത് ഇവരാണ്. ചിലർ ക്ഷേത്രനടയിൽ സാഷ്ടാംഗം വീണ് ഈശ്വരനെ നമിക്കുന്നു. ഇവിടെയുള്ള പ്രധാന ദൈവം രംഗനാഥസ്വാമിയാണ്. വിഷ്ണുവിൻ്റെ ഒരു പ്രത്യേക രൂപം. ഇവിടെ വിഷ്ണു പാമ്പായ ആദിശേഷന്റെ മേൽ കിടക്കുന്നു. ശയനനിലയിലാണ് പ്രതിഷ്ഠ. ഈ രൂപത്തെ ആനന്ദശയനം എന്നാണ് വിളിക്കുന്നത്. ഇതേ രൂപത്തിലാണ് നമ്മുടെ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെയും പ്രതിഷ്ഠ. ഈ ഗോപുരത്തിന് ഇടതുഭാഗത്തായി ഉപദേവനായ വിഷ്ണു
വിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രത്തിൻ്റെ രൂപം പ്രതിഷ്ഠയുണ്ട്. തമിഴിൽ ചക്രത്താഴ്വർ എന്ന് പറയുന്നു. പിന്നിൽ നരസിംഹസ്വാമിയുടെയും രൂപവും കാണാം. ഈ ദേവനെ ആരാധിച്ചാൽ ദോഷങ്ങളും തടസ്സങ്ങളും മാറും എന്നാണ് വിശ്വാസം. ഇവിടുത്തെ പെയിൻറ്റിങ്ങുകൾക്ക് 300 മുതൽ 400 വർഷം വരെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. ഇവയിൽ പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. സസ്യങ്ങളിൽ നിന്നുള്ള പ്രകൃതി ദ്രവ്യങ്ങൾ ഉപയോഗിച്ചാണ് അന്നത് വരച്ചിരുന്നത്. ഇപ്പോൾ ഈ പെയിൻറ്റിങ്ങുകൾ പലതും പഴയ നിറം ഉപയോഗിച്ച് റീസ്റ്റോറേഷൻ ചെയ്യുന്നു. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളുടെ ചിത്രങ്ങളാണ് കൂടുതലായി കാണുന്നത്. പുരാണ കഥയനുസരിച്ച് രാമൻ ലങ്ക ജയിച്ചതിന് ശേഷം ഈ രംഗസ്വാമി വിഗ്രഹം വിഭീഷണന് സമ്മാനിച്ചു. വിഭീഷണൻ ലങ്കയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ശ്രീരംഗത്തെത്തിയപ്പോൾ വിഗ്രഹം ഭൂമിയിൽ വെച്ചു. പിന്നെ അത് വീണ്ടും ഉയർത്താൻ കഴിഞ്ഞില്ല. അതിനാൽ ഈ സ്ഥലം തന്നെയാണ് രംഗസ്വാമിയുടെ സ്ഥിരവാസമായി മാറിയതെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ ഗോപുരങ്ങൾ കിഴക്കോട്ടും രംഗസ്വാമി തെക്ക് ശ്രീലങ്കയിലേക്ക് നോക്കുന്നതിനുമായിട്ടാണ് പ്രതിഷ്ഠ. വിഭീഷണൻ ലങ്കയിലേക്ക് മടങ്ങുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കാനായി ലങ്കയുടെ ദിശയിലേക്ക് നോക്കുന്നു എന്നതാണ് വിശ്വാസം. ഇതാണ് ഭഗവാൻ ഇരിക്കുന്ന ശയനഗ്രഹത്തിൻ്റെ മുകൾ ഭാഗം. ശ്രീരംഗക്ഷേത്രം ഒരു ക്ഷേത്രം മാത്രമല്ല, രാമായണ കഥകളും പുരാണ വിശ്വാസങ്ങളും ചരിത്രവും ഒന്നിച്ചു ചേർന്ന അത്ഭുതകരമായ ഒരു ആത്മീയ കേന്ദ്രം കൂടിയാണ്. ഈ ക്ഷേത്രത്തിനകത്ത് രംഗസ്വാമിയോടൊപ്പം നിരവധി ഉപദേവതകളുടെയും ആചാര്യന്മാരുടെയും സന്നിധികൾ കാണാം. രംഗനായകി തായാർ, രംഗസ്വാമിയുടെ ഭാര്യയായ മഹാലക്ഷ്മിയുടെ രൂപം, ഗരുഡൻ, നരസിംഹസ്വാമി, ശ്രീരാമൻ, കൃഷ്ണൻ, ഹനുമാൻ, ആണ്ടാൾ, 12 ആഴ്വാരകളിൽ ഒരാളായ പ്രശസ്ത വൈഷ്ണവ സന്യാസിനി, രാമാനുജ ആചാര്യർ, വൈഷ്ണവ സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ ആചാര്യന്മാരിൽ ഒരാൾ, ആഴ്വാർ സന്നിധികൾ, വിഷ്ണുഭക്തരായ 12 ആഴ്വാർ സന്യാസിമാരുടെ പ്രതിഷ്ഠകളും കാണാം. ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം വൈകുണ്ഠം ഏകാദശി എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. വിഷ്ണുവിന് സമർപ്പിച്ച ഒരു പ്രത്യേക ഏകാദശി ദിനമാണത്. ഈ ദിവസം വൈകുണ്ഠത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. സാധാരണ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ധനുമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിവസം ക്ഷേത്രത്തിലെ ഒരു പ്രത്യേക കവാടം തുറക്കും. ഇതിനെ പരമപദവാസൽ അല്ലെങ്കിൽ സ്വർഗവാതിൽ എന്നാണ് വിളിക്കുന്നത്. ഈ കവാടത്തിലൂടെ കടന്നുപോയാൽ വൈകുണ്ഠത്തിൽ പ്രവേശിച്ചതിൻ്റെ പുണ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും ദൈവങ്ങളുടെ ഫോട്ടോ എടുക്കാനോ വീഡിയോയിൽ പകർത്താനോ പ്രദർശിപ്പിക്കാനോ അനുവാദമില്ല. ദൈവങ്ങളെ ഇരുട്ടുമുറിയിൽ അടച്ചിട്ട് ശ്വാസം മുട്ടിക്കുന്നു. ദൈവങ്ങൾ മനുഷ്യർക്കെല്ലാവർക്കും ഉള്ളതാണ്. ദൈവങ്ങളെ ചങ്ങലക്കിട്ട് കച്ചവട വസ്തുവാക്കി ചിലർ സമ്പാദിക്കുന്നു. ദൈവങ്ങൾ തുറന്ന പുസ്തകങ്ങൾ പോലെ ആകണം. എല്ലാവർക്കും അതിനെ വായിക്കാൻ കഴിയണം. 1000 തൂൺ മണ്ഡപം പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിലെ ഈ കരിങ്കല്ല് തൂണുകൾ സാധാരണ കരിങ്കല്ലുകളല്ല. തിരുച്ചിറപ്പള്ളി പ്രദേശത്തെ ഗ്രാനൈറ്റ് മലകളിൽ നിന്നും പാറകൾ വെട്ടി ആനകളും കാളകളും ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ ഭീമാകരമായ നിർമ്മാണം നടത്തി എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. ക്ഷേത്രത്തിനകത്തു നിന്നും ഞാൻ പുറത്തിറങ്ങി. ഇവിടുത്തെ ഉത്സവങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾ എത്തും. രഥോത്സവത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ. പങ്കുണി ബ്രഹ്മോത്സവ സമയത്താണ് രംഗസ്വാമിയെ ഭീമൻ മരരഥത്തിലിരുത്തി ഭക്തർ ആയിരങ്ങൾ ചേർന്ന് ക്ഷേത്രത്തിൻ്റെ തെരുവുകളിൽ വലിച്ചു കൊണ്ടുപോകുന്നു. ശ്രീരംഗം രഥം ദക്ഷിണ ഇന്ത്യയിലെ വലിയ രഥങ്ങളിൽ ഒന്നാണ്. ഏകദേശം 80 മുതൽ 90 അടി വരെ ഉയരം ഉണ്ടാവും. പല നിലകളിലായി മരക്കെട്ടുകൾ ചേർന്നാണ് നിർമ്മിക്കുന്നത്. 250 മുതൽ 300 ടൺ വരെ ഭാരം കണക്കാക്കുന്നു. ഒരേ സമയം 1500 മുതൽ 2000 ആളുകൾ വരെ തേരുവലിക്കാൻ കൂടും. രഥത്തിൻ്റെ ഉള്ളിൽ രംഗസ്വാമിയും പുറത്ത് ഉപദൈവങ്ങളും അണിനിരക്കും. ഈ രഥം വലിക്കുന്നത് പുണ്യമായി ഭക്തർ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജന്മത്ത് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഈ ക്ഷേത്രം സന്ദർശിക്കണം. നമ്മുടെ പൂർവികർ ഒരുക്കി വെച്ചത് ഈ വലിയ മഹത്തായ ഈ സൃഷ്ടി എല്ലാവരും കാണണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.